കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധി 3:30 നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 3:30 ശിക്ഷ വിധിക്കും. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ്. ടോം, വർഷങ്ങളായി കേരളം ഉറ്റുനോക്കുന്ന ഒരു കേസ്, ഏറ്റവും നിർണായകമായ, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ശിക്ഷാവിധിയാണിപ്പോൾ 3:30 വരും എന്ന് കോടതി അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ കോടതിയിൽ എന്തൊക്കെയാണ് നടന്നത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ കേരളം കഴിഞ്ഞ എത്ര വർഷമായി കാത്തിരുന്ന വിധിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 വരുന്നത്. അതായത് 11 മണിക്ക് ഈ കേസ് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷെ തുടക്കത്തിൽ മറ്റു ചില കേസുകൾ ആദ്യം പരിഗണിച്ചു. 11:30 കൂടിയാണ് ഈ കേസിന്റെ, അതായത് ശിക്ഷാവിധിയിന്മേലുള്ള വാദം ആരംഭിച്ചത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട ശിക്ഷാവിധിയിന്മേലുള്ള വാദം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷമാണ് കോടതി വ്യക്തമാക്കിയത് 3:30 ശേഷമാണ്, കൃത്യം 3:30 ഈ കേസിൽ വിധി വരുമെന്നും. തുടക്കത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി കൃത്യമായ താക്കീത് നൽകിയിരുന്നു. അതായത് മാധ്യമങ്ങൾക്ക് താക്കീത് നൽകിയിരുന്നു. നിങ്ങൾക്ക് ജഡ്ജിയുടെ ഭൂതകാലം പരിശോധിക്കാം, പക്ഷെ കോടതി നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സൂക്ഷ്മത പാലിക്കണമെന്ന മുന്നറിയിപ്പോട് കൂടിയാണ് കേസിലെ വാദപ്രതിവാദങ്ങൾ ഉണ്ടായത്. കാരണം നമുക്കറിയാം, ഈ കേസിലെ പ്രതികൾ 6 പേർ കുറ്റക്കാരെന്നും ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിധിക്ക് ശേഷം കോടതിക്കെതിരെ, ജഡ്ജിക്കെതിരെ പോലും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇതിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത്. അതിനുശേഷം പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ കേട്ടു. ഈ പ്രതികളുടെ, അതായത് പൾസർ സുനി, 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പറഞ്ഞത് തന്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ, അമ്മ രോഗിയാണ്, അമ്മയെ നോക്കണം, കുറഞ്ഞ ശിക്ഷയെ തനിക്ക് നൽകാവൂ എന്ന കാര്യം പൾസർ സുനി സൂചിപ്പിച്ചു. തുടർന്നുള്ള 2-ാം പ്രതി മാർട്ടിൻ, 3-ാം പ്രതി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ്, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ്, ഈ 6 പേരും തങ്ങളുടെ കുടുംബാംഗങ്ങൾ, അതായത് ചിലർക്ക് ഭാര്യയും മക്കളുമേ ഉള്ളൂ, അവരെ നോക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. വളരെ വൈകാരികപരമായിട്ടാണ് പല പ്രതികളും കോടതിയിൽ നിന്ന് തങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ കോടതിയോട് ബോധിപ്പിച്ചത്. പക്ഷേ ഈ ഒരു കുറ്റകൃത്യം ചെയ്തപ്പോൾ ഈ കുടുംബാംഗങ്ങളെക്കുറിച്ച്, അമ്മയെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവർ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യുമായിരുന്നോ? സ്വാഭാവികമായ അത്തരം ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പ്രോസിക്യൂഷൻ ഉന്നയിച്ച കാര്യമുണ്ട്, പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന്. കാരണം 12 വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ 12 കുറ്റങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ കോടതി ശരിവച്ചിരുന്നു. ഇവർക്കെതിരെ 6 പ്രതികൾക്കെതിരെയും തെളിഞ്ഞിരുന്നു. 12 കുറ്റകൃത്യങ്ങളിൽ അതീവ ഗുരുതര സ്വഭാവമുള്ളത് കൂട്ടബലാത്സംഗമാണ്. ഈ കൂട്ടബലാത്സംഗം അത് ജീവപര്യന്തം, അതല്ലെങ്കിൽ 20 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതോടൊപ്പം തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള 12 കുറ്റകൃത്യങ്ങൾ. സ്വാഭാവികമായും പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ ജീവപര്യന്തമാകാം. ആ ജീവപര്യന്തം എങ്ങനെയാണ് എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു. അതായത് ജീവിത അവസാനം വരെയുള്ള ശിക്ഷയാണോ എന്ന് പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായും കോടതിയോട് ചോദിച്ചു. ഒരുപക്ഷെ നമുക്ക് അത് അറിയണമെങ്കിൽ 3:30 വരെയും കാത്തിരിക്കണം. കാരണം ഇതുപോലെ ക്രൂരകൃത്യം ചെയ്യുന്ന സ്ത്രീകളെ പൊതുമധ്യത്തില്, അതും സമാനതകളില്ലാത്തൊരു ക്രൂരകൃത്യം, നമ്മൾ ഡൽഹി നിർഭയ കേസിന് സമാനമായി ഈ കേസിനെ കാണരുതെന്ന് പ്രതിഭാഗം ഇന്ന് കോടതിക്ക് മുൻപാകെ ബോധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ നീചമായിട്ടുള്ള ക്രൂരകൃത്യമായിരുന്നു തന്റെ ജോലി ചെയ്യാൻ വേണ്ടി തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന വഴി 2017 ഫെബ്രുവരി 17 രാത്രി ഉണ്ടായ സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്, ഇന്ത്യയെ ഞെട്ടിച്ചതാണ്. കാരണം ഒരു സ്ത്രീയും ഈ രീതിയിൽ ആക്രമണത്തിന് ഇരയാകാൻ പാടില്ലാത്തതാണ്. അവിടെ വാഹനത്തിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ആ ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു, അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു, അതിനുശേഷം അതിന്റെ പേര് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അതൊരു കൊട്ടേഷൻ കൂട്ടബലാത്സംഗമാണ് എന്ന് തെളിഞ്ഞിരുന്നു. അത് പോലീസ് കണ്ടെത്തിയതാണ്. പക്ഷേ അതിന്റെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വസ്തുത. പക്ഷെ എങ്കിൽ പോലും ഈ കേസിന്റെ ഒരു സ്വഭാവം, ഇതിന്റെ ഒരു ഗൗരവം ഒരിക്കലും കുറയുന്നില്ല. കാരണം അത് കൃത്യമായും ഗൂഢാലോചനയുടെ ആസൂത്രിതമായി നടത്തിയ കൂട്ടബലാത്സംഗമാണ് എന്ന കാര്യത്തിൽ വ്യക്തമാണ്. പക്ഷെ എന്തായാലും ഈ വിധി പ്രസ്താവത്തിന് ശേഷം, ശിക്ഷാവിധിക്ക് ശേഷം മാത്രമായിരിക്കും എന്തുകൊണ്ട് ദിലീപിനെ ഈ കേസിൽ നിന്നും കുറ്റമുക്തനാക്കി വെറുതെ വിട്ടു എന്ന് വ്യക്തമാവുകയുള്ളൂ. കാരണം വിധിപ്പകർപ്പ് പുറത്തുവരണം, അതിനുവേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു 1000 പേജിലധികം വരുന്ന
വിധിപ്പകർപ്പായിരിക്കും. വിശദമായി തന്നെ പരിശോധിക്കണം എന്താണ് ഈ കേസിൽ സംഭവിച്ചത്, ദിലീപിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു. ഇന്നും പല ചോദ്യങ്ങളും ഉയരുന്നത് എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടാണ്, പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ് ഉണ്ടായത്, തെളിവ് നിർത്തുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. അവിടെ നമുക്കറിയാം ഈ കേസിൽ പല അട്ടിമറികളും കേസിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായതാണ്. സാക്ഷികളുടെ കൂറുമാറ്റം, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്, അതിനുശേഷം വിചാരണ നീണ്ടുപോയത്, ഈ അതിജീവിതയ്ക്ക് സുപ്രീം കോടതി വരെയും നിയമപോരാട്ടം നടത്തേണ്ടി വന്ന സാഹചര്യം, ഏറ്റവും ഒടുവിൽ 2021 സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, അതിനുശേഷം കേസിന്റെ തുടരന്വേഷണം, അങ്ങനെ സംഭവബഹുലമായിട്ടുള്ളൊരു കേസ്. ആ ഈ ഒരു കേസിലാണ് ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഇടപെടലിലൂടെ, അതായത് മേൽക്കോടതിയുടെ ഇടപെടലിലൂടെ കേസിൽ ഇന്ന് ശിക്ഷ വിധിക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാത്തിരിക്കുന്നത് പരമാവധി ശിക്ഷയാണ്. പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് പോലെ തന്നെ ഒരു സമൂഹത്തിനുള്ള താക്കീതാകണം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമ്മുടെ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഒരു പൊതുസമൂഹത്തിന് ഒരു താക്കീതാകണം ഈ ശിക്ഷ. കാരണം ഇതുപോലെ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന, സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന, അതിക്രമം നടത്തുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പാകണം ഈ കേസ് എന്ന് പ്രോസിക്യൂഷൻ ഉന്നയിച്ചപ്പോൾ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെ സൊസൈറ്റിക്ക് വേണ്ടിയാണോ, അതായത് പൊതുസമൂഹത്തിന് വേണ്ടിയാണോ ഒരു ശിക്ഷ പ്രഖ്യാപിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. നമുക്കറിയാം ഈ കേസിൽ നമ്മളൊക്കെ, അതായത് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു വിധിയായിരുന്നില്ല വന്നത്. പക്ഷെ തെളിവുകൾ, കോടതിക്ക് മുൻപാകെ തെളിവുകളാണ് പ്രധാനം. നമ്മളത് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന നമ്മുടെ ചിന്തകളല്ല, തെളിവുകൾ തന്നെയാണ്. എന്ത് പ്രതീക്ഷിക്കാം ഇന്ന് 3:30 വിധി വരും? ടോം, ഇതിൽ കോടതി വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഇന്നത്തെ വാദ പ്രസ്താവത്തിനിടയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് വാദങ്ങൾ നടന്നപ്പോൾ ഇതിൽ കോടതി പറഞ്ഞൊരു കാര്യം, ഈ ഒന്നാം പ്രതിക്കെതിരെ മാത്രമാണ് ബലാത്സംഗം നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. മറ്റു പ്രതികളുടെ സഹായമില്ലാതെ ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് പ്രോസിക്യൂഷനും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാം പ്രതിയിലേക്ക് ഈ കോടതിയുടെ ഒരു നിരീക്ഷണം എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ആ ഒന്നാം പ്രതിക്ക് ഒരു കടുത്ത ശിക്ഷ നൽകുകയും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി കുറഞ്ഞ ഒരു ശിക്ഷ കാലയളവിലേക്കും പോയാൽ അതൊരു കോടതിയുടെ പരിഗണനയിലാണ്. എങ്കിൽ കൂടി അങ്ങനെയൊക്കെ നീങ്ങാമെന്ന് ഇവിടെ അഭിഭാഷകരടക്കം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം നിലവിൽ കോടതിയുടെ ഒരു നിരീക്ഷണത്തിലേക്ക് അതെല്ലാം തന്നെ വരുന്നുണ്ട്. ഒന്നാം പ്രതിയാണ് ഇതിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നത്, മറ്റു പ്രതികൾ അതിലില്ല, കുറ്റബലാത്സംഗമായിട്ട് തന്നെ ഇതിനെ കാണണമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. കാരണം ഇതിലെല്ലാവർക്കും തന്നെ പങ്കുണ്ട്. അതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാവർക്കും ഇതിൽ തുല്യ ശിക്ഷ ഇതിൽ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കോടതി പക്ഷേ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഒന്നാം പ്രതിക്ക് എതിരെ മാത്രമാണ് ബലാത്സംഗം നിലനിൽക്കുക എന്ന് പറയുന്നത്. അതൊരു കാര്യം. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഈ കോടതിയുടെ ഒരു നിരീക്ഷണവും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇത് സമൂഹത്തിന്റെ ഒരു കാര്യത്തിലേക്കല്ലേ, അതിനുവേണ്ടിയല്ല വിധി പ്രസ്താവിക്കുന്നത്. ഇതിൽ കൃത്യമായ ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മാത്രമല്ല തുടക്കത്തിൽ തന്നെ പറയുന്നത് ഒരു റിഫോർമേറ്ററി തിയറി ഇതിൽ ഉപയോഗിച്ചുകൂടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പരിവർത്തനത്തിനുള്ള ഒരു സമയം ഇവർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു കാലത്തിലേക്ക് പോയിക്കൂടെ എന്നതടക്കം കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതറിയാം. കാരണം സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഒരു മനപരിവർത്തനം ഉണ്ടാകുമോ എന്നൊരു സാധ്യത കോടതി തേടാറുണ്ട്. പക്ഷേ ഈ കേസിൽ പൾസർ സുനി എന്ന കൊടും കുറ്റവാളി, അയാൾ സമാനമായ രീതിയിൽ ഇതിനു മുൻപും പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അയാളുടെ മെമ്മറി കാർഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ഈ മനപരിവർത്തനത്തിനുള്ള സാധ്യതയുണ്ടോ? ഇതുപോലുള്ളൊരു കൊടും കുറ്റവാളി വീണ്ടും പുറത്തിറങ്ങിയാൽ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വീണ്ടും ഇല്ലേ? അത് സ്വാഭാവികമായും കോടതി പരിഗണിക്കില്ലേ? ഇതിലിപ്പോൾ മനപരിവർത്തനത്തിനുള്ളൊരു സാധ്യത പോലും ഒരു മനുഷ്യനെന്ന രീതിയിൽ പരിഗണിക്കുന്നതെല്ലാം തന്നെ പുതിയ കാലത്തിന്റെ നിർവചനങ്ങളിലേക്ക് നിയമസംഹിതകളിലെല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ പുറമേ നിന്നുള്ള ഒരു ചോദ്യം അതുപോലും അർഹിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ളൊരു ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതുമാത്രവുമല്ല, ഇത്തരമൊരു രീതികൾ സമൂഹത്തിൽ നൽകുന്ന സന്ദേശങ്ങൾ വളരെ വലുതാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു ക്രൈം നടന്നിരിക്കുന്നു. അത് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുമ്പോൾ അതൊരു വലിയ സന്ദേശം സമൂഹത്തിനും കൂടി കൊടുക്കുക. അതാണ്